നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറേ ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്. സൈനപ്പ് ചെയ്യണം, ലോഗിൻ ചെയ്യണം. അപ്പോൾ സൈനപ്പ് എന്ന് പറയുമ്പോൾ കുറേ യൂസേഴ്സ് അവരുടെ ഡേറ്റ നമുക്ക് തരികയാണ്. അവരുടെ പേരെന്താണ്, അവരുടെ ഇമെയിൽ ഐ ഡി എന്താണ്, അവരുടെ പാസ്വേഡ് എന്താണ്. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കണം. അവർ വീണ്ടും വന്നു കഴിയുമ്പോൾ അവരുടെ യൂസർ നെയിം പാസ്വേഡും കണ്ടു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇവിടെ വന്ന് സൈനപ്പ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. കുറേ ഇവന്റ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റണം. ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റണം. അപ്പോൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് കുറേ ഡേറ്റ ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇങ്ങനെ കുറേ ഇൻഫോർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ ഒരു ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പം മൈക്രോസോഫ്റ്റ് പെയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നത് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയാണ് അല്ലേ. ഒരു വേർഡ് ഡോക്യുമെന്റ് അതെടുത്ത് നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് കുറേ ഇൻഫോർമേഷൻസ് ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ്. നോട്ട് പാഡ് അതുപോലെ തന്നെ ഇപ്പം ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് നമുക്ക് കുറേ വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. അപ്പം നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് സ്റ്റോർ അല്ലെങ്കിൽ നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് നോട്ട് പാഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒന്ന് ഓർത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവന്റ് എന്ന് പറയുമ്പം ആ ഇവന്റിന്റെ പേര് കാണാം, ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം കാണാം, രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്ന ടൈം കാണാം, പിന്നെ മാക്സിമം ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കാണാം, ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാക്സിമം സ്കോർ എത്ര എന്നുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഏത് ഇവന്റ് എടുത്താലും ഈ 5 കാര്യങ്ങൾ അവിടെ തന്നെ കാണും. അപ്പം ഒരു പർട്ടിക്കുലർ ഇവന്റിനെ സംബന്ധിച്ച് ഈ ഡേറ്റ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാനും പറ്റണം, തിരിച്ചെടുക്കാനും പറ്റണം. അപ്പം ഫയൽ പോലുള്ള ആപ്ലിക്കേഷൻ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെടുത്തു എന്നാണ് ഡേറ്റാബേസുകളുടെ തുടക്കം. ഡേറ്റാബേസ് എന്താണെന്നുള്ളൊരു ഐഡിയ SQL അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നോക്കിയിട്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു മിന്നായം പോലെങ്കിലും കാണും. ഇല്ലാത്തവർക്ക് വേണ്ടി ഡേറ്റാബേസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് പറയാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ഒരു RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസിനെ എങ്ങനെ പെട്ടെന്ന് സങ്കല്പിക്കാം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒരു സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ്. എങ്ങനെയെന്നല്ലേ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു ഡേറ്റാബേസ് വേണം. ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ടൈം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതെ. ആർട്സ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, ഓക്കെ, ARTSMGTDB, ഇതാണ് നമ്മുടെ ഡേറ്റാബേസിന്റെ പേര്, ആർട്സ് MGTDB. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്തൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത്? മെയിൻലി നമ്മുടെ ആരുടെയാണ്, നമുക്ക് യൂസർ ഉണ്ട്. കോർഡിനേറ്റർ ആണെങ്കിലും പാർട്ടിസിപ്പന്റ് ആണെങ്കിലും അതൊരു യൂസറാണ് അല്ലേ. അപ്പം നമുക്കൊരു യൂസർ എന്ന് പറയുന്ന ഒരു ടേബിൾ വേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും, ആ യൂസർ എന്ന് പറയുന്ന ഓരോ യൂസേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം വേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഈ ഡേറ്റാബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കുറേ ഷീറ്റുകളാണ്. ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഷീറ്റിനെ നമ്മൾ ടേബിൾ എന്ന് പറയും. ആ ടേബിളിന് യൂഷ്വലി റോയും ഉണ്ട്, കോളവും ഉണ്ട്. ഈ ഷീറ്റ് കൊണ്ട് തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഡേറ്റാബേസ് ഇരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്കിപ്പം യൂസറിന്റെ പേരാണ് യൂസറിന്റെ ഡേറ്റയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ യൂസർ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാക്കും. ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ഭംഗിക്ക് ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ പ്ലൂറൽ നെയിമോ അല്ലെങ്കിൽ യൂസർ അണ്ടർസ്കോർ ലിസ്റ്റ് എന്നോ യൂസേഴ്സ് എന്നോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നൗ, ഓക്കെ. അതും സിംഗുലർ വേർഡ് മാത്രം കൊടുത്താൽ മതി. സിംഗുലർ വെർബ് അല്ലെങ്കിൽ നൗൺ കൊടുത്താൽ മതി. ഫുൾ സ്മോൾ ലെറ്റർ കൊടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്, എല്ലാവരും പാലിക്കണം എന്നില്ല. തുടക്കത്തിൽ തൊട്ട് നമുക്കത് പാലിച്ചു പോകാം. അപ്പം യൂസർ എന്ന് പറയുന്നൊരു എന്താ പറയുന്നത്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റാബേസിന് നിർബന്ധമുണ്ട്. ഇതിനകത്ത് ഈ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം തന്നെ പറയാം. ഓക്കെ, പിന്നീട് മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം, പക്ഷെ എന്നാലും കഴിവതല്ല അപ്പം തന്നെ പറയണം. നമുക്കിപ്പോൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ യൂസർക്കും കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളൊരു റെക്കോർഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1 ജെറിൻ, 2 അതുൽ, 3 വിപിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആ ഒരു കോളത്തിൽ നമുക്ക് ID എന്ന് വിളിക്കാം.
ഐ ഡി എന്ന് പറയുന്ന യൂസർ എന്ന് പറയണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ എൻട്രിക്ക് 1, പിന്നത്തെ എൻട്രിക്ക് 2, മൂന്നാമത്തെ എൻട്രിക്ക് 3, 4, 5, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ സാധനം ആഡ് ചെയ്യുന്നതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഐ ഡി ഫീൽഡ്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. പിന്നെ ഒരു യൂസർക്ക് ഒരു പേര് കാണും അല്ലെ. അപ്പം ഞാൻ ആ പേരിന് ഒരാൾക്ക് പേരിന്റെ 2 ഭാഗം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ജെറിൻ കെ ജോൺ, അതാണ് എന്റെ പേര് കേട്ടോ. അപ്പം ജെറിൻ കെ ജോൺ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജെറിൻ കച്ചറക്കൽ എന്നുള്ളതാണ് പേരെന്നുണ്ടെങ്കിൽ ആ പേരിൽ എപ്പോഴും എല്ലായിടത്തും ഹലോ ജെറിൻ കച്ചറക്കൽ, ഹലോ ജെറിൻ കച്ചറക്കൽ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഹലോ ജെറിൻ എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. സോ നമുക്കൊരു ഫസ്റ്റ് നെയിമും ഒരു ലാസ്റ്റ് നെയിമും വെക്കാം. ലാസ്റ്റ് നെയിമിനകത്ത് ഇപ്പം ബാക്കിയുള്ള കോമൺലി വിളിക്കേണ്ട അല്ലാത്ത ബാക്കിയുള്ള ലാസ്റ്റ് നെയിം പോകട്ടെ, നമുക്ക് വിരോധമുള്ള കാര്യമല്ല. അപ്പൊ എന്താണ്, ഒരു യൂസർ എന്ന് പറയുമ്പോൾ ആൾക്കൊരു പേര് കാണും. ആ പേരിന് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ ഇട്ട് വെക്കുക. ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. ആൾക്കൊരു ഇമെയിൽ അഡ്രസ് ഉണ്ടെന്ന് വെച്ചോ, ഇമെയിൽ അഡ്രസ്. പിന്നെ ആൾക്കൊരു യൂസർ നെയിം ഉണ്ട്. നമുക്ക് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ നെയിം വേണം. അതുപോലെ തന്നെ ഒരു പാസ്വേഡും വേണം. ഈ പാസ്വേഡും യൂസർ നെയിം വെച്ചിട്ടായിരിക്കും ആളെ നമ്മൾ ലോഗിൻ ചെയ്യിപ്പിക്കുക. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് കണ്ടോ 2 ടൈപ്പ് യൂസർ ഉണ്ട് അല്ലെ. അപ്പം ഏത് ടൈപ്പ് യൂസറാണ് എന്നറിയാൻ വേണ്ടി ഞാൻ ഇത് ഒരു ഫ്ലാഗ് വെക്കുകയാണ്, അല്ലെങ്കിൽ ഈ സൂപ്പർ യൂസർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് വെക്കുക. അപ്പൊ എന്താണ്, കയറി വരുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെങ്കിൽ കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫീൽഡ് എന്ത് ചെയ്യുന്നു, either ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ഞാൻ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, സോറി, ഇതിനകത്ത് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് ചെക്ക് ബോക്സ്, പ്രൊജക്ട് ഇൻപുട്ട് ഫൈൻ, വേണ്ട 20. അപ്പൊ എന്താണ്, ഇതൊരു ചെക്ക് ബോക്സ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ സൂപ്പർ യൂസർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുന്നൊരു ഇതാണ്. ഞാൻ ഗൂഗിൾ ഷീറ്റിൽ എളുപ്പത്തിന് വേണ്ടി കാണിച്ചാണ്. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫീൽഡിലൂടെ വെക്കാം, ഈസ് ആക്റ്റീവ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് യൂസറിനെ ബാൻ ചെയ്യണം, ആൾക്ക് ലോഗിൻ ചെയ്യാൻ പാടില്ല, ഒരു ടെമ്പററി ബാനാന്ന് വെച്ചോ. ഓക്കെ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് നമ്മൾ ചവിട്ടി പുറത്താക്കാണ്. ആ സമയത്ത് ഒറ്റയടി ഈ യൂസറിന്റെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന മോശമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഈ യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലാഗ് വെക്കുന്നു. പക്ഷെ നമ്മളത് ബൈ ഡിഫോൾട്ട് ട്രൂ ആക്കി വെക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ ഒരു യൂസറെ ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ബാനായി. ഇത് ആവശ്യമുള്ള ഫീച്ചറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നൊരു നമ്പറാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ 2, ഇവിടെ 3, 4, 5, ഈ 5 കോളത്തിന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ് ആണ് അല്ലെ. ഫൈൻ. അപ്പം ഇത്രയുമായിരിക്കും നമ്മൾ ബേസിക്കലി യൂസറിൽ പെട്ടെന്ന് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാബേസ് എടുത്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഇത്രയും ഇൻഫോർമേഷൻസ് ആണ്, നമ്മൾ ഇത്രയും കോളംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഇത്രയും കോളം മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ ഒരു ഫസ്റ്റ് എൻട്രി മേ ബി ഞാൻ എന്നെ ഒന്ന് സൂപ്പർ അഡ്മിൻ ആക്കി വെക്കാണ്. അപ്പോൾ എന്താണ്, ഞാൻ ജസ്റ്റ് ഇതെല്ലാം ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്, ഫസ്റ്റ് ഞാൻ കയറി സൈനപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, എൻ്റെ ഫസ്റ്റ് നെയിം എന്താണോ ജെറിൻ കച്ചിറക്കൽ, എൻ്റെ ഇമെയിൽ ഐ ഡി jerin@gmail.com എന്ന എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. എൻ്റെ യൂസർ നെയിം ജെറിൻ ഈസ് റെഡി എന്ന് കൊടുത്തു. പാസ്വേഡ് ഏറ്റവും സിമ്പിളായിട്ട് പാസ്വേഡ് എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ ഒരിക്കലും ഒരു റോ പാസ്വേഡ്, യൂസർ തരുന്ന പാസ്വേഡ് ഒരു കാരണവശാലും അതുപോലെ ഡേറ്റാബേസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കില്ല. അതെപ്പോഴും ഒന്ന് എൻക്രിപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കത്തുള്ളൂ. അതായത് നമ്മൾ ഡേറ്റാബേസിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. അതിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പം നമ്മളങ്ങനെ യൂസറിന്റെ പാസ്വേഡ് വാലിഡേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പാസ്വേഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഐഡിയിലോട്ട് ഈ ഒരു രീതിയിലോട്ട് മാറ്റിയത്. അപ്പൊ വേറൊരാൾ വന്നിട്ട് വേറെ എന്തെങ്കിലും അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലോട്ടായിരിക്കും മാറ്റുക. പക്ഷെ ഈ മാറ്റുന്ന പ്രോസസ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം അതിനെ വേണമെങ്കിൽ ഹാഷിംഗ് എന്നോ അല്ലെങ്കിൽ എൻക്രിപ്ഷൻ എന്നോ വിളിക്കാം.
അത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് പോകാം. പക്ഷെ ഞാൻ പറഞ്ഞ ലോജിക്കാണ്. സാധാരണഗതിയിൽ നമ്മൾ റോ പാസ്വേഡ് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അതിനെ ഇപ്പം എന്താ പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നമ്പറായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. XYZനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ എന്തോ ഞാൻ ലോഗിൻ ചെയ്യാൻ നേരം ജേർണീസ് റെഡിയും അതിനുശേഷം പാസ്വേഡായിട്ട് ABC അടിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ABCനെ എങ്ങനെയാണോ ഞാൻ എൻക്രിപ്റ്റ് ചെയ്ത് ഈ രീതിയിലാക്കിയത് അതേ രീതിയിൽ തന്നെ ഞാൻ ഇപ്പം തന്നിരിക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡിനെ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ സാധനം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡേറ്റാബേസ് കിടക്കുന്ന ഇതേ സാധനം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് സെയിം ആണ് എന്നുള്ള രീതിയിലാണ്. കത്തിയില്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന വെബ് ഡെവലപ്മെന്റ് ആണ്, ജാങ്കോ അല്ല, വെബ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് ഒരിക്കലും റോ ആയിട്ട് സ്റ്റോർ ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രൊസീജിയർ ചിലർക്കെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഇൻ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് പഠിക്കാം. ഫൈൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ പിടിച്ച് സൂപ്പർ യൂസർ ആക്കി. ഞാൻ ഓൾറെഡി ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ ഡേറ്റാബേസിലെ ഫസ്റ്റ് എൻട്രി ആയി. ഞാൻ ഇനിയും അടുത്തൊരു യൂസർ അല്ലെങ്കിൽ ഒരു രണ്ടാമത് ഒരു എന്താ പറയുക ഒരു പാർട്ടിസിപ്പന്റ് വന്നു, നമ്മുടെ സൈറ്റിൽ കൂടെ രജിസ്റ്റർ ചെയ്തു. ആളുടെ പേര് നമിത എന്നാന്ന് വെച്ചാൽ നമിത. ലാസ്റ്റ് നെയിം എനിക്ക് അറിഞ്ഞൂടാ, വേണമെങ്കിൽ ഒരു സാക്ക് നോക്കണം. ഫൈൻ. അപ്പം NAMI_SUM@gmail.com. ഓക്കെ, അതിൻ്റെ പാസ്വേഡ് ഇമെയിൽ ശരി നമിത എന്ന് കൊടുത്തു. പാസ്വേഡ് എന്ത് ചെയ്തു കൊടുത്തു. ഓക്കെ, ഇവള് ഇത്തിരി മിടിക്കുകയാണ്. NAMI1995 എന്നും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഫസ്റ്റ് ടൈം യൂസറാണ്. ഇത് എന്താ പറയുന്ന ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്. നമ്മൾ സാധാരണ ലോഗിൻ പ്രൊസീജിയർ വെച്ച് കയറിയതാണ്. അതുകൊണ്ട് സൂപ്പർ യൂസർ പദവി കൊടുക്കുന്നില്ല. ഈസ് ആക്റ്റീവ്. ഓക്കെ, മൂന്നാമത് അതുപോലെ തന്നെ നമുക്ക് എന്താ ഡേറ്റാസ് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. അപ്പം ഡേറ്റാബേസിൽ എന്ത് ചെയ്യുന്നു, ഈ ടേബിൾ അനുസരിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക മാത്രമാണ് ഒരു ഡേറ്റാബേസിൽ ചെയ്യുന്നത്. അപ്പം ഡേറ്റാബേസിൽ ഒരു പർട്ടിക്കുലർ ടേബിൾ റെഡിയായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഡേറ്റാബേസ് എന്താണെന്ന് അറിയില്ല എന്ന് ഉള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിവേ, നമുക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ടേബിൾ, ആ ടേബിളിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സൈനപ്പ് ചെയ്യുന്ന ഓരോ യൂസേഴ്സിൻ്റെയും ഡേറ്റ ഇങ്ങനെ നമുക്ക് കയറ്റി വെച്ച് പോകാം. ഓക്കെ, നമുക്കിനി ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള അടുത്ത ഡേറ്റ എന്താണ്, അടുത്തൊരു ഇവന്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത് ഇവന്റ് എന്ന് പറയുന്നൊരു ടേബിൾ ഉണ്ടാക്കാം. ഇവന്റ് എന്ന് പറയുന്നൊരു ടേബിൾ, അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐ ഡി എന്ന് പറയുന്ന എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഐഡന്റിഫൈ എന്നുള്ള രീതിയിലാണ് ID എന്ന് കൊടുക്കുന്നത്. അത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. നമ്മൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓരോ എൻട്രി വരുന്നതനുസരിച്ച് കയറത്തുള്ളൂ. ഇനി എന്താണ്, ഇതിനൊരു ടൈറ്റിൽ വേണം. ഇവന്റിനൊരു ടൈറ്റിൽ വേണം. ഇവന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇവന്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ ഇവന്റ് REGISTRATION ക്ലോസ് ക്ലോസസ് എറ്റ്. ഓക്കെ, രജിസ്ട്രേഷൻ ക്ലോസസ് എറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, പിന്നെ ഇവന്റ് സ്റ്റാർട്ട്, ഇവന്റ് വേണ്ട, ഓൾറെഡി ഇവന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് എറ്റ്, എപ്പോഴാണ് തുടങ്ങുന്നത്, എൻസ് എറ്റ്. ഓക്കെ, എപ്പോഴാണ് തുടങ്ങുന്നത്, രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ID ആയി, ടൈറ്റിലായി, ഡിസ്ക്രിപ്ഷനായി, സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയായി. ഓക്കെ, ഇനിയും വേണമെങ്കിൽ ഈസ് അല്ലെങ്കിൽ മാക്സ് PARTICIPNTSALL.WED ഒരു ഇവന്റിന് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ആൾക്കാരാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അത് അല്ലെങ്കിൽ വേണ്ട, അതിനകത്ത് അത് നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. ഓക്കെ, തൽക്കാലം ഒരാൾക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇവന്റ് നടത്തുന്നത്. ഒരാൾക്ക് മാത്രം. ഇപ്പൊ ഗ്രൂപ്പ് ഇവന്റ് ആണെങ്കിൽ അതിന്റെ ലീഡർ മാത്രം ഒന്ന് രജിസ്റ്റർ ചെയ്ത് തൽക്കാലം പോട്ടെ. ഇനി എന്താണ്, ഇനിയും ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവന്റ് എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടത്. ഓക്കെ, ഇവന്റിനകത്ത് ഒരു ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്.
തൽക്കാലം ഇത്രയും ഡേറ്റ മതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കൊരു 2-3 എക്സാമ്പിളൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പോകാം. 1, 2, 3. രജിസ്ട്രേഷനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രജിസ്ട്രേഷൻ ക്ലോസറ്റ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇത് 2021 ജൂൺ 26-ാം തീയതിയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നു, 2021 ജൂലൈ 1-ാം തീയതി വെക്കാം. ജൂലൈ 21, 2021 സ്പേസ് ടൈം എപ്പോഴാണ്? വൈകിട്ട് 9 വൈകിട്ട് 9 മണി എന്ന് പറയുമ്പം 21 21:00 വൈകിട്ട് 9 മണിക്ക് മുമ്പായിട്ട് വന്ന് രജിസ്റ്റർ ചെയ്തോളൂ. സോറി, 21 അല്ലല്ലോ നമ്മൾ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി അല്ലേ? 1 വൈകിട്ട് 21:00. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണ് 8-ാം തീയതി ജൂൺ ജൂലൈ 7-ാം തീയതി ഉദ്ദേശിച്ചത്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണ് 7-ാം തീയതി 21-ാം തീയതിയാണ്. അപ്പം ഇത് ചെയ്യുന്നത്, ഈ ഇവന്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി 8-ാം തീയതി രാവിലെ 9:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 09:30 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സാധനം 10:30 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ഫൈൻ. അപ്പം ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, എൻഡ് ചെയ്യുന്ന ഡേറ്റ്, ഇങ്ങനെയായിരിക്കും ഇതിനകത്തൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഹോപ്പ്ഫുള്ളി ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എലിമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇതെങ്ങനെ ഈ ഡേറ്റയും കൊടുത്തു എന്നുള്ളതൊന്നും വേണ്ട, ഞാൻ സ്പേസ് ഇട്ടിട്ട് ഡേറ്റും ടൈമും കൊടുത്തു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡേറ്റാബേസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, യൂസർ എന്ന് പറഞ്ഞ ഡേറ്റ ഉണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ച് എന്തൊക്കെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തു. അതിനുശേഷം ആ ഇൻഫോർമേഷൻസ് എല്ലാം എഴുതി. ഇവന്റ് എന്ന് പറയുന്ന സാധനം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി. ഇനി ലൈറ്റ് മ്യൂസിക് അതുപോലെ തന്നെ എന്താ രജിസ്ട്രേഷൻ, അതും ഞാൻ തൽക്കാലം ഇതേ സമയം തന്നെ 9 മണിക്ക് തന്നെ കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് മറ്റേത് 10:30 എൻഡ് ചെയ്യുന്നത്. സോ ഇത് 11 AM സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇത് എൻഡ് ചെയ്യുന്നത് 12:30. ഫൈൻ. അപ്പോൾ 2 എൻട്രി കൊണ്ട് ഇതിനകത്തെ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത് കാര്യം മനസ്സിലായി. രജിസ്ട്രേഷൻ ഓക്കെ, മലയാളം രജിസ്ട്രേഷൻ ആണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനൊന്നും അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി വരുന്നതായിട്ട് ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവന്റ് ഇനി എന്താണ് മൂന്നാമത്തെ ഇൻഫർമേഷൻ ഇതിനകത്ത് എന്തായിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവുക? ഓക്കെ, സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും ആൾക്കാർ ഓരോരുത്തരും ജയിച്ച് കഴിഞ്ഞ് കഴിയുമ്പം അഡ്മിൻ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇന്ന ഇവന്റിന് ഇന്ന ആള് ഇന്ന സ്ഥാനം മേടിച്ചു, സോ ഇത്ര പോയിന്റ് കിട്ടി. ഇതാണ് ശരിക്കും സ്കോർ ബോർഡിനകത്ത് വരുന്ന ഇൻഫർമേഷൻ അല്ലേ? ഇന്ന ഇവന്റിന് ഇന്ന ആള് ഇത്രാമത്തെ സ്ഥാനം മേടിച്ചു, അതുകൊണ്ട് ഇത്ര പോയിന്റ് കിട്ടി. നമ്മൾ മൂന്നാമതൊരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്കോർസ് അവിടെ നിൽക്കട്ടെ. സ്കോർസിന് മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണ്, രജിസ്ട്രേഷൻ. ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റണം ഇവന്റിന് അല്ലേ? ഇവന്റ് രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ്? ഇന്ന ആള് ഇന്ന ഇവന്റിന് രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആള് ഇന്ന ഇവന്റിന് രജിസ്റ്റർ ചെയ്യുന്നു. സോ നമ്മൾ ബേസിക്കലി GISTRATION കാരണം ഞാൻ ഇവന്റ്സ് എന്നോ ഇവന്റ്സ് ലിസ്റ്റ് എന്നോ രജിസ്ട്രേഷൻ ലിസ്റ്റ് എന്നോ ഒന്നുമല്ല ഞാൻ കൊടുത്തത്, ജസ്റ്റ് എല്ലാം വെർബൽ സിംഗുലർ നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ID എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൊടുത്തു.
പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ. ഇന്ന ആള് ഇന്ന ഇവന്റിന്. സോ ഇവന്റ് ഐ ഡി എന്ത് ചെയ്യണം? ഇവിടുത്തെ ഇവന്റ് ഐ ഡി എന്താണോ ഈ ഐ ഡി ഇവിടെ കൊടുക്കണം. ഓക്കെ. പിന്നെന്താണ്? ഇന്ന ഇവന്റിന് ഇന്ന യൂസർ. ഓക്കെ. യൂസറിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ പേരും ആ ഡീറ്റെയിൽസും എല്ലാം കൂടെ എഴുതണ്ട, ഈ ഒരു ഐ ഡി അവിടെ കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. കയറി കാണുമ്പോൾ ഇവിടെ ഒന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ വരേണ്ടത് ശരിക്കും മറ്റൊരു ടേബിളിലെ ഇൻഫർമേഷൻ ആണ്, അല്ലേ? സോ ഷീറ്റിനകത്ത് അതിനുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഒരു ഡേറ്റ് റേഞ്ചിൽ നിന്നാണ്. ആ ഡേറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇവന്റ് ഐ ഡി അല്ലേ? ഇവന്റിനകത്ത് ഇന്ന ഇൻഫർമേഷൻ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ എന്താണ് ഇത്? ശരിക്കും ഇവിടുത്തെയാണ്. ഇവിടെ കണ്ടോ? ഇവിടെ 1 2 3 ഇപ്പം 4 5 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. ഈ ഒരു ഇവന്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ ഇവിടെ ഇവന്റ് ഐ ഡി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവന്റിന്റെ ടേബിളിൽ പോയി ഈ 1 എന്ന് പറയുന്ന ടേബിളിനകത്തുള്ള ഇവന്റ് ഏതാണെന്ന് നോക്കാം. ആ ഇവന്റിന്റെ പേരെന്ന് പറയുന്നത്, ടൈറ്റിൽ എന്ന് പറയുന്നത് ലൈറ്റ് മ്യൂസിക് ആണ്. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നപ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ്, ഇതിന്റെ ആ ഇൻഫർമേഷൻ എല്ലാം കിട്ടും. ഇനിയും ഇതിനകത്ത് ഏത് യൂസറാണ് രജിസ്റ്റർ ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. എന്താണ്? ഈ ടേബിൾ, യൂസർ എന്ന് പറഞ്ഞ ടേബിളിലെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് യൂസറിന്റെ ഐ ഡി ആയിരിക്കും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം ഇന്ന ഇവന്റിന് അഗെയിൻസ്റ്റ്, രണ്ടാമത്തെ ഇവന്റിന് അഗെയിൻസ്റ്റ് മൂന്നാമത്തെ യൂസർ ഒന്ന് രജിസ്റ്റർ ചെയ്തു. ഓക്കെ. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇവന്റിന് അഗെയിൻസ്റ്റ് മൂന്നാമത്തെ യൂസർ വന്ന് രജിസ്റ്റർ ചെയ്തു. തേർഡ് എൻട്രി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇവന്റിന് അഗെയിൻസ്റ്റ് രണ്ടാമത്തെ യൂസർ ഇത് ചെയ്തു. അപ്പം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്താൽ മതി? ഈ ഒരു ഐ ഡി മാത്രം നമുക്ക് മാപ്പ് ചെയ്തിട്ടാൽ മതി. ആ ഡേറ്റ വഴി എവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാനൊന്നും പോകണ്ട. അപ്പം ഇതാണ് ബേസിക് രജിസ്ട്രേഷന്റെ ടേബിൾ എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാലാമത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ബോർഡ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്കോർ ബോർഡ് ചെയ്യുന്നത് ഇന്ന ഇവന്റിന് ഇന്ന ആൾക്ക് ഇത്രാമത്തെ പ്രൈസ് കിട്ടി, സോ ഇത്ര സ്കോർ കിട്ടി, അല്ലെങ്കിൽ അതിന് ഇത്ര പോയിന്റ്സ് നേടി എന്നുള്ളതാണ് സ്കോർ ബോർഡ് പറയുന്നത്, അല്ലേ? ഇത്രാമത്തെ ഇവന്റിന് ഇന്ന ഇവന്റിന് ഇന്ന യൂസർക്ക് ഇന്ന സ്ഥാനം കിട്ടി, ഇന്നതാണ് സമ്മാനം, ഐ മീൻ ഇത്ര പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും ഇവിടെ പുതിയൊരു ടേബിൾ ഉണ്ടാക്കാം, സ്കോർസ് എന്ന് പറഞ്ഞുണ്ടാക്കാം. സ്കോർസ് അല്ല, സ്കോർ. ഓക്കെ. അപ്പൊ എന്താണ്? ഇവിടുത്തെ ഈ ഇൻഫർമേഷൻ തന്നെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കേട്ടോ. കാരണം എന്താണ്, എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഐ ഡി ഇവന്റ് യൂസർ, അതായത് ഇന്ന ആൾക്ക് ഐ ഡി ഉണ്ട്, ഇന്ന ഇവന്റിന് ഇന്ന ആൾക്ക് ഇത്രാമത്തെ സമ്മാനം കിട്ടി പൊസിഷൻ. ഓക്കെ. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലൂറൽ ഒന്നും ഇടരുത്. എപ്പോഴും ഫീൽഡിന്റെ നെയിം സിംഗുലർ നെയിമേ ഇടാവുള്ളൂ കേട്ടോ. അതൊരു ശീലമാക്കൊണ്ട് വരിക. പിന്നെ ഇങ്ങനെ ഈ റിലേഷനെ ഇവിടുന്ന് വേറെ ടേബിളിലെ ഐ ഡിനെ മാപ്പ് ചെയ്യുന്ന ഇതിനെയാണ് ഫോറിൻ കീ റിലേഷൻ എന്ന് പറയുന്നത്. ഫോറിൻ കീ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഫോറിൻ കീ റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ്. ഇത് നമ്മൾ ശരിക്കും ചെയ്തിരിക്കുന്ന മറ്റൊരു ഇതാണ്, മിനിറ്റ് മെനി എന്ന് പറഞ്ഞൊരു രീതിയാണ്. നിങ്ങൾ ഡേറ്റാബേസ് പഠിച്ചിട്ടുള്ളപ്പോൾ ചിലർക്കെങ്കിലും കത്തും. ഏത് യൂസർക്ക് ഏത് ഇവന്റിലോട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള രീതിയാണ് മിനിറ്റ് മെനി എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ സിമ്പിൾ ആക്കി പറഞ്ഞു നോക്കാം. ഓക്കെ. അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫോറിൻ കീ റിലേഷൻ ആണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം സ്കോർ എന്ന് പറയുമ്പോൾ ഇന്ന ഇവന്റിന് ഇന്ന ആൾക്ക് ഇന്ന പൊസിഷനിൽ ഇത്ര പോയിന്റ് കിട്ടി. ഓക്കെ. പൊസിഷൻ എന്ന് പറയുന്നത് അപ്പം ക്യൂക്യാർ എന്തായിരിക്കും?
ഫസ്റ്റ് ആവാം, സെക്കൻഡ് ആവാം, തേർഡ് ആവാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇന്ന ആൾക്ക് ഇന്ന ഇവന്റിൽ ഇന്ന ആൾക്ക് സെക്കൻഡ് കിട്ടി. സോ നമുക്ക് 5 പോയിന്റാണ് ഇയാൾ ഗെയിൻ ചെയ്തത്. ഓക്കെ, അതെത്രയെന്ന് വെച്ചാൽ നിൽക്കട്ടെ. ഇനിയും തേർഡ് ഇവന്റിന് തേർഡ് ആള് എത്ര കിട്ടി? ഫസ്റ്റ് പ്രൈസ് അടിച്ചു, ആൾക്ക് 10 പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പം ഇന്ന പോലെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ കണ്ട, ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ ഈ സെയിം ഇൻഫോർമേഷൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം രജിസ്റ്റർ ചെയ്യാൻ നേരം ഒരു രജിസ്റ്റർ ചെയ്ത ആൾക്ക് മാത്രമേ ശരിക്കും ആ പോയിന്റിൽ പ്രൈസ് എടുത്തുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്ന ചിലർക്ക് മാത്രമേ പ്രൈസ് എടുത്തുള്ളൂ, പക്ഷെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കും പ്രൈസ് ഇടാൻ പോകുന്നില്ല അല്ലേ. രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ സമ്മാനം കിട്ടത്തുള്ളൂ. അപ്പം രജിസ്റ്റർ ചെയ്താൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ സമ്മാനം കിട്ടത്തുള്ളൂ. അപ്പം പൊസിഷൻ ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇതിലുള്ള എല്ലാവരും പാർട്ടിസിപ്പൻസ് ആണ്. അല്ലെ. ശരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ 2 ടേബിൾ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടേബിളിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് മനസ്സിലായത്? ഞാനിത് ഉണ്ടാക്കി വന്നപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, പക്ഷേ ഞാനത് പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാൻ പറ്റി. ഇപ്പം ഡയറക്റ്റ് കോഡ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്കത് പറ്റില്ലായിരുന്നു. ഇവിടെ ഐദർ ഒരാൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമേ ഉള്ളൂ പൊസിഷൻ. പക്ഷേ എന്താണ്, രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും കാണത്തില്ല. ആൾക്ക് ജസ്റ്റ് എന്താ കാണത്തുള്ളൂ? ആൾ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പന്റ് മാത്രമാകും അല്ലേ. സോ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം തന്നെ ആ കോളത്തിൽ എല്ലാവരും പാർട്ടിസിപ്പന്റ് ആണ് എന്നുള്ളത് മാർക്ക് ചെയ്തതാണ്. എനിക്ക് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് പകരം ബൈ ഡിഫോൾട്ട് കുറച്ച് കൺഫ്യൂഷൻ ആയി കാണും. ആരൊന്ന് രജിസ്റ്റർ ചെയ്താലും ഒരു ഇവന്റിന് ഒരു ഇന്ന ആൾ വന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് എന്തായിരിക്കും അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ആയിരിക്കും അല്ലേ. ഇനി ആൾ എന്തെങ്കിലും സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ എന്ന് പറയുന്ന പാർട്ടിസിപ്പന്റ് അല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആൾക്ക് ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആൾക്ക് സെക്കൻഡ് കിട്ടി, അല്ലെങ്കിൽ ആൾക്ക് തേർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്തായിരിക്കും, പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും കാണത്തില്ല, 0 പോയിന്റ്സ് കാണത്തുള്ളൂ. സെക്കൻഡ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും 5 പോയിന്റ് അല്ലെങ്കിൽ 6 പോയിന്റ് കിട്ടിയെന്ന് വെച്ചോ. തേർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും 4 പോയിന്റ് ആയിരിക്കും കിട്ടുക. ഒരു എൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഫസ്റ്റ് ആർക്കും കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പം സെക്കൻഡ് ഇവന്റിന് ഫസ്റ്റ് യൂസർ വന്നിട്ട് ഫസ്റ്റ് മേടിച്ചു, ആൾക്ക് 10 പോയിന്റ് കിട്ടി. എന്ത് ചെയ്തു, നമുക്ക് ശരിക്കും രജിസ്ട്രേഷനും സ്കോറും രണ്ടായിട്ട് വേണമെങ്കിൽ മാനേജ് ചെയ്യാം. പക്ഷേ ഈ രജിസ്ട്രേഷനകത്ത് തന്നെ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇനിഷ്യലി ഇതിന്റെ വാല്യൂ ഒക്കെ നള്ളാന്ന് വെച്ചോ, ഒന്നും വേണ്ട, ഇനിഷ്യലി ഇതിന്റെ വാല്യൂ ഒക്കെ നള്ളാന്ന് വെച്ചോ, നള്ളാണ്. ഐ മീൻ ഇതിനകത്തൊന്നുമില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഫസ്റ്റ് നിട്ടാൽ മതി. പാർട്ടിസിപ്പേറ്റ് എന്ന കൺസെപ്റ്റ് ഒന്നും വേണ്ട. ഇന്നാൾക്ക് ഫസ്റ്റ് കിട്ടി, ഇന്നാൾക്ക് സെക്കൻഡ് കിട്ടി, ഇന്നാൾക്ക് തേർഡ് കിട്ടി. ഇയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, അവിടെ കിടന്നോട്ടെ. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് 10 പോയിന്റ്, സെക്കൻഡ് കിട്ടിയ ആൾക്ക് 6 പോയിന്റ്, തേർഡ് കിട്ടിയ ആൾക്ക് 4 പോയിന്റ്. ഓർഡറൊന്നും കേട്ടോ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ടേബിൾ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ടേബിളിന്റെ ആവശ്യം ഇല്ല. പിന്നീട് എത്ര കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ പേജ് ഒന്ന് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പോയിന്റ്സ് സ്കോറും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആർട്സിന്റെ സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അത് കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, ഇത്തരം കാര്യങ്ങളുള്ളൂ ചെയ്യാം. സോ നമുക്കൊരു 3 ടേബിൾ മതി. ആ 3 ടേബിളിലെയും സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നമുക്ക് DB ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്, വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഡയഗ്രാം വരയ്ക്കുന്നതൊക്കെ വരുന്ന സമയത്ത് വരയ്ക്കാനും ഈ ഡേറ്റാബേസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനും എളുപ്പമാണ് ഈ സാധനം. ഓക്കെ, സോ ഞാൻ ഇതുകൂടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ യൂസർ എന്ന് പറഞ്ഞ ടേബിൾ ആയിരുന്നു, സേവ് ചെയ്തു. ആ യൂസർക്ക് എന്താണ് ഫസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ID എന്ന് പറഞ്ഞൊരു ഫീൽഡുണ്ട്. ID എന്ന് പറഞ്ഞ ഫീൽഡിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റിജർ ആയിരിക്കും അല്ലേ. ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഡിഫോൾട്ട് ഒന്നുമില്ല, ഇത് പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, പ്രൈമറി കീ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോ ഇൻക്രിമെന്റ് ആയിരിക്കും. ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡ് ആഡ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും മാറിക്കൊണ്ടിരിക്കും. യൂസർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് കണ്ടു. യൂസർക്ക് നമുക്ക് രണ്ടാമത് വേണ്ടിയ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡാണ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫീൽഡ് സ്ട്രിംഗ് ആയിരിക്കും.
ഓക്കെ. അപ്പം ഇതിനകത്ത് ഓട്ടോ ഇൻക്രിമെന്റും കാര്യങ്ങളൊന്നും വേണ്ട. സ്ട്രിങ് അലൗ വേണമെങ്കിൽ പേര് കൊടുക്കാതിരിക്കാം, വിട്ടേക്ക്, പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിവ് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ യൂസറിൻ്റെ നിന്ന് മേടിക്കാതിരിക്കുക. അതിനാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. എന്നാൽ യൂസർ നെയിം നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, യൂസർ നെയിം മസ്റ്റ് ആണ്. കാരണം എന്താണ്, യൂസർ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിം വെച്ചാൽ പറ്റും. ഇത് ഫസ്റ്റ് നെയിം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകരം യൂസർ നെയിം ആയിട്ട് വിളിക്കാം. യൂസർ നെയിം പിന്നെ യുണീക്ക് ആയിരിക്കണം. ഒരാൾക്ക് രണ്ടു വാക്ക് ഒരേ യൂസർ നെയിം വരാൻ പാടില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കണം. യുണീക്ക് ആവണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഇട്ടേക്ക്. ഓക്കെ, ഇമെയിൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് എന്ന് പറയുന്നത് സ്ട്രിങ് ആവണം, യൂണീക്ക് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. സൈസ്, ഇതിനൊക്കെ സൈസ് പറയാൻ കേട്ടോ. പാസ്വേഡ് എന്ന് പറയുമ്പോൾ മിനിമം എത്ര, മാക്സിമം. ഈ സൈസ് എന്ന് പറയുന്നത് മാക്സിമം. ഒരു സ്ട്രിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനും, ഞാൻ വിട്ടുപോയതാണ്, എല്ലാത്തിനും മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരെ വരാം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അത് ഞാൻ ഇൻ ഡീറ്റെയിൽ പറയാം. ഇമെയിൽ വരുമ്പോഴും സൈസ് എന്ന് പറയുന്നത് 128 കൊടുത്തു, ഡിഫോൾട്ട് ഒന്നും കൊടുക്കുന്നില്ല. യുണീക്ക് നെയിം സ്ട്രിങ്ങിന് അത് അങ്ങനെ കൊടുത്തു തന്നെ പഠിക്കണം. കാരണം ഇതുവരെ നമ്മൾ കാണുന്ന എല്ലാ ഡാറ്റാബേസിനും സ്ട്രിങ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് മാക്സിമം എത്ര ലെങ്ത് വരെ വരും എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താ വരുന്നത്, ഈസ് സൂപ്പർ യൂസർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബൂളിയൻ ഫീൽഡ് അല്ലേ. ബൂളിയൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആയിരിക്കും അല്ലേ. കാരണം സൂപ്പർ യൂസറായിട്ട് ആഡ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അത് മാറ്റം വരത്തുള്ളൂ. വെറുതെ നിൽക്കുമ്പോൾ അല്ലാതെ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ട്രൂ ആയിരിക്കും. കാരണം ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ യൂസർ എന്നൊരു ടേബിൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ടേബിളിൻ്റെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു, ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, പ്രത്യേക കമൻസ് ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഐ ഡി ഞാൻ ഇവന്റ് ഐ ഡി ഇതിന് പകരം ഇവിടെ ടൈറ്റിൽ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടാകും. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫീൽഡ് സ്ട്രിങ് എന്ന് പറയുന്ന ഫീൽഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫീൽഡിന് സൈസ് കാണുന്നില്ല. ആ ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഒത്തിരി നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിനകത്ത് സെർച്ച് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ടെക്സ്റ്റ് ഒരുപാട് കഥയൊക്കെ എഴുതണം. ഇപ്പോൾ ബ്ലോഗിൻ്റെ കണ്ടന്റ് അങ്ങനെ നമുക്ക് ലെങ്ത് പറയാൻ പറ്റില്ല. വലിയ കണ്ടന്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ഉപയോഗിക്കുന്നത്. കഴിവതും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്ട്രിങ് ഉപയോഗിക്കും. സ്ട്രിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ടെക്സ്റ്റിനകത്ത് സ്ലോ ആയിരിക്കും, പക്ഷേ ടെക്സ്റ്റിന് എത്ര ആണെന്ന സൈസ് ഉള്ളൂ. അപ്പം നിങ്ങളത് വെച്ചിട്ട് യുക്തിപരമായിട്ട് ഉദ്ദേശിക്കുക. ഇത് എന്താണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റിനകത്ത് വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ക്ലോസ് സെറ്റ് എന്ന് പറയുന്ന സമയം, രജിസ്ട്രേഷൻ ക്ലോസ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ടൈം ഫീൽഡ് ആയിരിക്കും. ഡേറ്റ് ടൈം ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂണീക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അലൗവിനുള്ള കൊടുക്കണ്ട. ഓക്കെ, ഫൈൻ. രജിസ്ട്രേഷൻ ക്ലോസ് സെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞാണ്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടഡ്. ഇവൻറ്റ്സ് എൻ്റെ അതും ഡേറ്റ് ടൈം, ഇതൊന്നും സ്ട്രിങ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫീൽഡിൻ്റെ ആവശ്യമില്ല. ഡിലീറ്റ് ഫീൽഡ് ഞാനത് ഇവൻ്റെ യൂസറിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്ന ഫീൽഡ്സ് ആണ്. ഓക്കെ, പെട്ടെന്ന്. അപ്പം യൂസർ എന്ന് പറഞ്ഞൊരു ടേബിൾ കണ്ടു, ഇവൻ്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ കണ്ടു ഇല്ലേ. ഇതിനാണ് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ ഡാറ്റാബേസ് ഉണ്ടാക്കാം. ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രജിസ്ട്രേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ രജിസ്ട്രേഷൻ അല്ല, നമ്മൾ ഇത് ഇവന്റിലോട്ടുള്ള യൂസറിൻ്റെ രജിസ്ട്രേഷൻ. ഐ ഡി ആണ്. ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ടീച്ചർ ഫീൽഡ്.
പ്രൈമറി കീ ഓട്ടോ ഇൻക്രിമെന്റ് സൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻറ്റിജറിന്റെ സൈസ് അവർക്കറിയാം. ഓക്കെ ഫൈൻ. ഈ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇവന്റ് ഐ ഡി ആണ് അല്ലേ. ഇവന്റ് ഐ ഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓക്കെ ഇവിടെ സ്ട്രിങ് ആയിരുന്നില്ല, വാർക്യാർ ആയിരുന്നു കൊടുക്കേണ്ടിരുന്നത് കേട്ടോ, എന്നോട് ക്ഷമിക്കുക. വാർക്യാർ ആയിരുന്നു എല്ലായിടത്തും കൊടുക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ഇവന്റ് ഐ ഡി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഫീൽഡ് തന്നെയാണ്, പക്ഷെ അതൊരു ഫോറിൻ കീ ആണ്. ഫോറിൻ കീ എന്ന് പറയുമ്പോൾ ഇവന്റ് ഐ ഡി എന്ന് പറയുന്നത് ഇവന്റ് എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഇവന്റ് എന്ന് പറഞ്ഞ ടേബിളിന്റെ ഐ ഡി എന്ന് പറഞ്ഞ ഫീൽഡിലോട്ടായിരിക്കും ഇത് മാപ്പ് ആവുക അല്ലേ. ഫൈൻ. അപ്പോൾ എന്താണ് ഇതിങ്ങനെ പോകും. ഞാൻ ഇവിടെ എല്ലാം സ്ട്രിങ് മാറ്റി വാർക്യാർ ആക്കാണ്. വാർക്യാറും സ്ട്രിങ് തമ്മിലുള്ള വ്യത്യാസം, വാർക്യാർ ഒന്നുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ് എന്നുള്ളത്, സ്ട്രിങ്ങിനേക്കാൾ ഒന്നുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ് എന്നുള്ളതും ഒരുമാതിരിപ്പെട്ട എല്ലാ ഡേറ്റാബേസും വാർക്യാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ്. ഞാൻ സ്ട്രിങ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡേറ്റാബേസ് നോക്കുമ്പോൾ മിക്കവാറും വാർക്യാർ എന്ന ഫീൽഡായിരിക്കും കാണുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റീനെയിം ചെയ്യുന്നത്. ഫൈൻ. ഈ മൂന്നാമത് ഇവിടെ ഒരു ഫീൽഡൂടെ വരും, യൂസർ ഐ ഡി. അത് ഇൻറ്റിജർ ആണ്, ഫോറിൻ കീ ആണ്. ഇത് ഇവന്റ് അല്ല, യൂസറിനകത്തോട്ടാണ്, യൂസർ ടേബിളിലോട്ടാണ് ഫോറിൻ കീ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ടേബിൾ ഉണ്ടായിരുന്നു, യൂസർ എന്നൊരു ടേബിൾ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇവന്റ് എന്നൊരു ടേബിൾ വന്നു. താഴ്ചിട്ടൊക്കെ കുറുക്കണം. ഓക്കെ ഫൈൻ. അപ്പം ഇതാണ് നമ്മുടെ ഡേറ്റാബേസിന്റെ ഡിസൈൻ. ഫൈൻ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു ഡോക്കിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡോക്കിനകത്തോട്ട് പേസ്റ്റ് ചെയ്യാം. ഡി ബി ഡിസൈൻ, DBDSIGN. ഫൈൻ. ഡേറ്റാബേസ് ഡിസൈൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ വേണ്ടിയത് എന്ന് അത്യാവശ്യം പിടികിട്ടി അല്ലേ. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം, പക്ഷെ ഡേറ്റാബേസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തത്, കാരണം നാളെയും നിങ്ങളിത് ചെയ്യേണ്ടി വരാണ്. ഓക്കെ, ഇവിടെയാണ് ഈ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, 1NF 2NF 3NF BCNF എന്ന് പറയുന്ന കുറെ നോർമൽ ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവാം കുറച്ച് പേരെങ്കിലും. അത് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു സെല്ലിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻഫർമേഷൻ കിടക്കാൻ പാടില്ല. ഇവിടെ എന്താണ്, ഒരു യൂസർ ഉണ്ട്, അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് എത്ര മൊബൈൽ നമ്പർ ആണെന്ന് കൊടുക്കാൻ പറ്റണം എന്നും പറഞ്ഞിട്ട് ഇവിടെ മൊബൈൽ 1 എന്ന്, മൊബൈൽ 2, മൊബൈൽ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്, ആൾക്ക് ഒറ്റ മൊബൈലുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ഞാനിത് BCNF നോർമൽ ഫോമിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു വിടുകയാണ് അല്ലേ. ഈ 2 കോളംസ് ഫില്ലായി കിടക്കും. ഒരാൾക്ക് 4 മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്നുള്ള പ്രൊവിഷൻ ഇല്ല. സോ ഇപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം ഇങ്ങനത്തെ ടേബിൾസ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും നോർമൽ ഫോംസ് പറയുന്നത്. 1NF 2NF 3NF BCNF നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഒരു സെല്ല് പോലും നള്ളായി കിടക്കരുത്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു സെല്ല് പോലും നള്ളായി കിടക്കരുത്. ഒരു സെല്ലിനകത്ത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരരുത്. അപ്പം ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പം ഇങ്ങനെ നമുക്ക് ഒരാളുടെ മൾട്ടിപ്പിൾ മൊബൈൽ നമ്പർ കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു അവസരം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ അതിന് പുതിയൊരു ടേബിൾ ആക്കുക. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, NF നോർമൽ ഫോം എന്താണെന്ന് പറഞ്ഞു പോവാണ്. ജസ്റ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാക്കി, അതിന് ഒരു ID കൊടുത്തു, നമ്പർ കൊടുത്തു. ആ നമ്പറിന് വേറെ എന്തെങ്കിലും, ഇപ്പം ISC കോഡ് ആണെങ്കിൽ ISC കോഡ് കൊടുക്കാം. ഇനി ഏത് യൂസറിൻ്റെ ആണ്, യൂസർ ID കൊടുക്കാം. അപ്പോൾ എന്താണ്, ആ പർട്ടിക്കുലർ യൂസർ ഫീൽഡിലോട്ട് ഓക്കെ മൊബൈൽ നമ്പർ തേമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് 9500000000. ഓക്കെ, ISC 91 ഏത് യൂസറിൻ്റെ ആണ്, ഫസ്റ്റ് യൂസറിൻ്റെ ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് 1, ഇതെന്ന് പറയുന്നത് 91, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് യൂസറിൻ്റെ. അപ്പോൾ എന്താണ്, ഒരു യൂസറിന് 0 ഓർ N നമ്പർ ഓഫ്, എത്ര നമ്പർ ഓഫ് മൊബൈൽ നമ്പർ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു കേസിൽ. അതിനുശേഷം ഈ പർട്ടിക്കുലർ യൂസറിന്റെ മൊബൈൽ നമ്പേഴ്സ് തിരക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി,
ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ടേബിളിനകത്ത് യൂസർ ID 1 ആയിട്ടുള്ള ഫസ്റ്റ് യൂസറിൻ്റെ, അഥവാ എൻ്റെ മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, എൻ്റെ ID എന്ന് പറയുന്നത് 1 ആണ്. മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ടേബിളിനകത്ത് യൂസർ ID 1 ആയിട്ടുള്ള ഏതൊക്കെ മൊബൈൽ നമ്പർ ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ നമ്പർ ആയിരിക്കും. അപ്പം 0 എന്നോ അല്ലെങ്കിൽ 100 എന്നോ ലിമിറ്റ് ഇല്ലാതെ എത്ര നമ്പേഴ്സ് വേണമെന്നോ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതാണ് നോർമൽ ഫോം പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, ജാംഗുലർ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് ഇപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റിന്റെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.